നമസ്കാരം. കാഫിർ വിവാദത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഇടതുപക്ഷമാണെന്നും തെളിയിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് അല്ല പോലീസാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഗ്രൂപ്പ് അഡ്മിനെ ചോദ്യം ചെയ്യണം. നിയമ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ടു പോകും. വടകരയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടിലൂടെ ശ്രമിച്ചത്. തെറ്റായ നടപടി സ്വീകരിച്ചവർക്കെതിരെ നടപടി ഉണ്ടായേ മതിയാവൂ എന്നും കെ മുരളീധരൻ പറഞ്ഞു. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം ലഭിച്ചത് റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് ആണ് ഈ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത്. ഇത് കണ്ടെത്തിയ പോലീസ് റിബേഷിനെ ചോദ്യം ചെയ്തിരുന്നു. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ലെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞത്. വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലെന്ന് പോലീസ് നേരത്തെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് വഴിയും കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ലഭിച്ചെന്നും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ വിശദമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2024 ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:13 റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:34 റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. അമൽ റാം എന്ന വ്യക്തിയാണ് അവിടെ പോസ്റ്റ് ചെയ്തത്. അന്നേ ദിവസം വൈകിട്ട് 3 അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചു. അതിൽ അഡ്മിൻ മനീഷ് ആണ് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത്. രാത്രി 8:23 പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രചരിച്ചു. അഡ്മിൻ അബ്ബാസ് ആണ് പോരാളി ഷാജി പേജിൽ ഇത് പോസ്റ്റ് ചെയ്തതെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐ ഇനാം പ്രഖ്യാപിച്ചു. റിബേഷ് ആണ് പോസ്റ്റ് ഉണ്ടാക്കിയതെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ നൽകാമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചത്. അതേസമയം ഡിവൈഎഫ്ഐയുടെ 25 ലക്ഷം ഇനാം പ്രഖ്യാപനത്തിന് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. റിബേഷ് പ്രതിയല്ലെന്ന് തെളിയിച്ചാൽ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച അത്ര തന്നെ പണം യൂത്ത് കോൺഗ്രസ് നൽകുമെന്നാണ് മറുപടി. തോന്നുമെങ്കിലും അവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും പിണറായിയായിട്ടുള്ള അന്തർധാരയുടെ ഉദാഹരണങ്ങളാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗവും പിണറായിയുടെ പ്രവൃത്തി. പിന്നെ പിണറായി ആളൊരു ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ല, പകരം അനുയായികളെ കൊണ്ട് പറയിച്ചു. ഇവിടെ സ്ക്രീൻഷോട്ട് വന്നപ്പോ അതിന്റെ വിശദവിവരങ്ങളോടെ പറഞ്ഞല്ലോ. വരുന്നത് എപ്പോഴാണ്? 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം. 26-ാം തീയതി പോളിംഗ്. UDFന് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 2 മണിക്ക് ശേഷം ചില ധാരണകൾ ഉണ്ടാവും. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് UDF പറഞ്ഞാൽ UDF നേതാക്കളുടെ വീടുകളിൽ വന്ന് ഒരു സല്യൂട്ട് അടിച്ച് ഞങ്ങള് AO ഹിമ്മിന് ശേഷം, AO ഹിമ്മാണല്ലോ കോൺഗ്രസ് സ്ഥാപിച്ചത്, AO ഹിമ്മിന് ശേഷം ഇത്രയും പാർട്ടിയെ സേവിച്ചവർ വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോ പിണറായിയുടെ കീഴിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത് ഇതുപോലെ കള്ളക്കേസ് എടുത്ത ഒരു ഉദ്യോഗസ്ഥനും രക്ഷപ്പെടാൻ പോയില്ല. ഈ കാഫിർ പ്രയോഗത്തിൽ നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തി ആ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ നിങ്ങളാരും ഭാവിയിൽ ടെൻഷൻ വാങ്ങില്ല. ഞാൻ അത്രയും പറയും, നിങ്ങൾ ടെൻഷൻ വാങ്ങില്ല. അല്ലാതെ നിങ്ങളുടെ ശരീരത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വീട്ടിലേക്ക് പെൻഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും നിങ്ങൾ തിരിഞ്ഞു നോക്കും. 1.5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല, ഒരു ഗോവിന്ദനും ഉണ്ടാവില്ല, ഒരു ജയരാജന്മാരും ഉണ്ടാവില്ല, അന്ന് നിങ്ങളെ സഹായിക്കാനും ആരും ഉണ്ടാവില്ല.